Hi guys, welcome back. So ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഫംഗ്ഷൻ ഡിക്ലറേഷനും ഫംഗ്ഷൻ എക്സ്പ്രഷൻ്റെയും മെയിൻ ഡിഫറൻസ് ആണ്. ഒറ്റ സെൻറ്റൻസിൽ ഡിഫറൻസ് പറയുകയാണെങ്കിൽ ബേസിക്കലി ഹോസ്റ്റിംഗ് ആണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഉള്ളത്, പിന്നെ ഹോസ്റ്റിംഗ് പ്ലസ് ഇനീഷ്യലൈസേഷൻ ആണ് ഫംഗ്ഷൻ എക്സ്പ്രഷൻ ഉള്ളത്. എന്ന് വെച്ചാൽ ബേസിക്കലി നമ്മുടെ ഫംഗ്ഷൻ ഡിക്ലറേഷനിൽ ഇത് ഹോസ്റ്റ് ചെയ്യും, ഈ ഫംഗ്ഷൻ മോളിക്ക് ഹോസ്റ്റ് ചെയ്യപ്പെടും. പിന്നെ അത് നമുക്ക് എവിടെ വേണമെങ്കിലും ഡിക്ലെയർ ചെയ്യാം, നമ്മുടെ ആപ്ലിക്കേഷൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഫയലിൽ എവിടെ വേണമെങ്കിലും ഈ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തിടാം, അതിൻ്റെ എവിടെ വേണമെങ്കിലും നമുക്ക് കോൾ ചെയ്യാം. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത് ഹോസ്റ്റിംഗ് പ്ലസ് ഇനീഷ്യലൈസേഷൻ, ഇത് ഹോസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ബട്ട് നോട്ട് ഇനീഷ്യലൈസ്ഡ് ആൻഡ് ഡിഫൈൻഡ്. സോ ബേസിക്കലി ഹോസ്റ്റ് ചെയ്യപ്പെടുന്നത് ബേസിക്കലി വേരിയബിളാണ് ഹോസ്റ്റ് ചെയ്യുന്നത്, ഫംഗ്ഷൻ അല്ല. സോ ഈ ഫംഗ്ഷൻ ഇതിന് മുമ്പ് ഞാൻ മൾട്ടിപ്ലൈ വിളിച്ചു കഴിഞ്ഞാൽ, ഇത് എക്സിക്യൂട്ടീവ് മുമ്പ് ഫംഗ്ഷൻ വിളിച്ചു കഴിഞ്ഞാൽ വിളിക്കാൻ പറ്റില്ല, കാരണം ഇത് ക്രിയേറ്റ് ചെയ്ത ശേഷം മാത്രമേ നമുക്ക് കോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് മെയിൻ ഡിഫറൻസ് പറയുകയാണെങ്കിൽ. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷനിലൊന്ന് പോവാം. സോ ഇവിടെ ഞാൻ രണ്ടെണ്ണം എഴുതിയിട്ടുണ്ട്, സ്റ്റാർട്ട് ഗെയിം ഉണ്ട്. സോ ഞാൻ സ്റ്റാർട്ട് ഗെയിം വന്നിട്ട് ഫംഗ്ഷൻ ഞാൻ അൺകമൻറ്റ് ചെയ്യാണ്. സോ രണ്ടെണ്ണം നമ്മുടെ കയ്യിലുണ്ട്. സോ ജാവാസ്ക്രിപ്റ്റിൽ ഫയൽ റീഡ് ചെയ്യുമ്പോൾ തന്നെ എൻജിൻ ഈ ഫംഗ്ഷനെ ബേസിക്കലി ടോപ്പിലേക്ക് ഹോസ്റ്റ് ചെയ്യും, കൂടാതെ ഫുള്ളി ഇനീഷ്യലൈസ് ചെയ്യും. അതുകൊണ്ട് എന്താ അഡ്വാൻറ്റേജ് വെച്ചാൽ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുന്ന മുമ്പ് തന്നെ നമുക്ക് കോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ സ്റ്റാർട്ട് ഗെയിം എടുത്തില്ലേ, അത് ഞാൻ കോപ്പി ചെയ്തിട്ട് ഞാനിവിടെ വിളിക്കാം. ഈ ഫംഗ്ഷന് മുമ്പ് എനിക്ക് വിളിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് സേവ് ചെയ്തു. നമ്മൾ എന്നിട്ട് ഒന്ന് റീലോഡ് ചെയ്യാം. സോ നമുക്ക് വന്നു ലൈൻ നമ്പർ 10 ഗെയിം സ്റ്റാർട്ടിങ്. ലൈൻ നമ്പർ 10 എന്ന് പറഞ്ഞാൽ ഇതാണ് ഗെയിം സ്റ്റാർട്ടിങ്, നമുക്ക് വിളിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ. സോ ഇത് പെർഫെക്റ്റ്ലി വർക്ക് ചെയ്യും, കാരണം ജാവാസ്ക്രിപ്റ്റിൽ ആസ് ഇഫ് ലൈക്ക് ടോപ്പിൽ ഡിഫൈൻ ആയിരിക്കും ഉണ്ടാവുക. ഇത് ബിഹേവിയർ ആണ്, ഡിഫോൾട്ട് ബിഹേവിയർ ആണ്. ഇതാണ് ഹോസ്റ്റിംഗ്. ഓക്കെ, സോ നിങ്ങളുടെ കോഡ് സ്റ്റൈൽ ഇങ്ങനെയാണെങ്കിൽ ഫങ്ഷൻസ് എല്ലാം ഫയലിൻ്റെ എൻഡിൽ വയ്ക്കും, പിന്നെ ടോപ്പിലുള്ള മെയിൻ ലോജിക്ക് നമുക്ക് എഴുതാനും പറ്റും. അപ്പോൾ ഡിക്ലറേഷൻ സ്റ്റൈൽ കൺവീനിയൻ്റ് ആണ് അങ്ങനെ നോക്കുമ്പോൾ. പിന്നെ ഫംഗ്ഷൻ എക്സ്പ്രഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് കോൺസ്റ്റൻ്റ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺസ്റ്റൻ്റ് ആ വേരിയബിൾ നമുക്ക് സ്റ്റോർ ചെയ്തെടുക്കാനും പറ്റും. ഓക്കെ, പിന്നെ നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് കോൺസ്റ്റൻ്റ് സ്റ്റാർട്ട് ഈക്വൽ ടു ഫംഗ്ഷൻ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ഹോസ്റ്റിംഗ് നടക്കും, പക്ഷേ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഫംഗ്ഷൻ അല്ല ഹോസ്റ്റ് ആകുന്നത്, പക്ഷേ വേരിയബിളാണ് ഹോസ്റ്റ് ആകുന്നത്. വേരിയബിൾ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ആണ് ഹോസ്റ്റ് ആവുന്നത്. ഓക്കെ, ഇനീഷ്യലൈസ് ആയിട്ടില്ല. സോ വി കനോട്ട് കോൾ ഇറ്റ് ബിഫോർ ദിസ് ലൈൻ ഗെറ്റ് എക്സിക്യൂട്ടഡ്. സോ ഇതിനു മുമ്പ് നമുക്ക് വിളിക്കാൻ പറ്റില്ല. സോ ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് പോസിബിൾ അല്ല, കോൾ ചെയ്യാനായിട്ട് പോസിബിൾ അല്ല, കാരണം ഈ ഫംഗ്ഷൻ ഇനീഷ്യൽ ക്രിയേറ്റ് ചെയ്യണ മുമ്പ് നമുക്ക് വിളിക്കാൻ പറ്റില്ല. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ കാണിക്കണമെങ്കിൽ ഞാനിപ്പോൾ ഒന്ന് റീലോഡ് ചെയ്തെടുത്താണെങ്കിൽ നമുക്ക് എറർ അടിച്ചു, കനോട്ട് ആക്സസ് സ്റ്റാർട്ട് ബിഫോർ ഇനീഷ്യലൈസേഷൻ. ഇനീഷ്യലൈസേഷന് മുമ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കോൾ ചെയ്യാൻ ഫംഗ്ഷനെ കോൾ ചെയ്യാൻ പറ്റില്ല നമുക്ക് വരുന്നു. റീലോഡ് ഒക്കെ നമുക്ക് കിട്ടിയ മെസ്സേജ് ഇതാണ്, കനോട്ട് ആക്സസ് സ്റ്റാർട്ട് ബിഫോർ ഇനീഷ്യലൈസേഷൻ. എസ്പെഷ്യലി കോൺസ് അല്ലെങ്കിൽ ലെറ്റ് ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ബിഹേവിയർ വരും. സോ ഫംഗ്ഷൻ എക്സ്പ്രഷനിലുള്ള റൂളാണ് ഫംഗ്ഷൻ ഡിഫൈൻ ആൻഡ് ഇനീഷ്യലൈസ് ചെയ്യുക ആദ്യം, പിന്നെ നമുക്ക് കോൾ ചെയ്യുക. ഇതാണ് ഫംഗ്ഷൻ എക്സ്പ്രഷനിലെ റൂൾ ഉള്ളത്, മെയിൻ റൂള്. ഓക്കെ, സോ വിച്ച് വൺ ഈസ് ബെറ്റർ എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും രണ്ടും വാലിഡ് ആണ്. പിന്നെ രണ്ടും നമുക്ക് റിയൽ പ്രൊജക്റ്റിൽ യൂസ് ചെയ്യാവുന്നതാണ്. സ്ട്രിക്റ്റ്ലി ബെറ്റർ അല്ലെങ്കിൽ വേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ ഓപ്ഷൻ പറയാൻ പറ്റില്ല ഈ കേസിൽ. പേഴ്സണലി ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഫംഗ്ഷൻ എക്സ്പ്രഷനാണ്, സ്റ്റൈലാണ് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ ഇറ്റ് ഫോഴ്സ് യു ടു ഡിഫൈൻ ബിഫോർ യൂസ്. സോ അത് യൂസ് ചെയ്യുമ്പോൾ നമ്മളെ ഫോഴ്സ് ചെയ്യും യൂസ് ചെയ്യാനായിട്ടുള്ള. പിന്നെ കുറച്ചുകൂടി ക്ലീനർ ഫ്ലോ എന്ന് പറയാം, പിന്നെ ലെസ് സർപ്രൈസ് ബിഹേവിയർ ആണെന്നും കൂടി പറഞ്ഞു വയ്ക്കാം ആക്ച്വലി തന്നെ. ബട്ട് അഗെയിൻ ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് കീപ്പ് ചെയ്യാം, ഡിക്ലറേഷൻ സ്റ്റൈൽ കീപ്പ് ചെയ്യാം, അതും ഫൈനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പ്രശ്നമൊന്നുമില്ല, യൂസ് ചെയ്യണമെങ്കിൽ ഇന്നത് യൂസ് ചെയ്യണമെന്ന് മാൻഡേറ്ററി ഒന്നല്ല, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം. ഓക്കെ, പക്ഷേ ഞാൻ ഡിഫറൻസ് പറഞ്ഞു വെച്ചു മാത്രം. സോ ഇഫ് യു കോൾ സ്റ്റാർട്ട് ബിഫോർ എക്സ്പ്രഷൻ, നമുക്ക് സ്റ്റാർട്ട് എക്സ്പ്രഷൻ മുമ്പ് കോൾ ചെയ്യുകയാണെങ്കിൽ എറർ കിട്ടും. പക്ഷേ സ്റ്റാർട്ട് ഗെയിമിൽ നമ്മൾ ഡിക്ലറേഷൻ മുമ്പ് സ്റ്റാർട്ട് ബിഗിൻ കോൾ ചെയ്യുകയാണെങ്കിൽ അത് വർക്കാവും. സോ ദി ഡിഫറൻസ് നമ്മൾ പറഞ്ഞു, ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ ഹോസ്റ്റഡ് പ്ലസ് ഇനീഷ്യലൈസ്ഡ് ആണ്, എക്സ്പ്രഷൻ എന്ന വേരിയബിളാണ് ഹോസ്റ്റ് ചെയ്യുന്നത്, ബട്ട് ഫംഗ്ഷൻ ഈസ് നോട്ട് റെഡി അൺടിൽ അസൈൻമെൻറ്റ് റൺസ്. സോ ഓക്കെ, ഇതാണ് ഇതിൻ്റെ മെയിൻ ഡിഫറൻസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മെയിൻ ഡിഫറൻസ് മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. സോ നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇൻ കേസ് ഇതിലും ഞാൻ പറഞ്ഞിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് റിസോഴ്സസ് അവൈലബിൾ ആണ്, നിറയെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യാണ്. താങ്ക്സ് എ ലോട്ട്, ബൈ.